നമ്മുടെ പിള്ളേരുടെ പരീക്ഷയല്ലേ ഇന്ന്. ഈ അധ്യയന വർഷത്തെ SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. രാവിലെ 9:30 പരീക്ഷ ആരംഭിക്കും. 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,17,497 കുട്ടികളാണ് സംസ്ഥാനത്ത് പരീക്ഷ എഴുതുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. അഞ്ജന നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്, കോഴിക്കോട്. പിന്നെ ഷിനോജ് ഉള്ളത് കോട്ടയം മൗണ്ട് കാർമൽ സ്കൂളിൽ നിന്നാണ്. നമുക്ക് ആദ്യം അഞ്ജനയോട് തന്നെ ചോദിക്കാം. അഞ്ജന, ഗുഡ് മോർണിംഗ്. ഈ നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളുടെ ഒഴുക്ക് വന്ന് തുടങ്ങി കാണും, കാരണം സമയം 8:38 ആയി. എത്രത്തോളം കുട്ടികളാണ് അവിടെ ഇന്ന് പരീക്ഷ എഴുതുന്നത്? തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെ? കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളമായി കുട്ടികൾ ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അവരിന്ന് സ്കൂളിലേക്കൊക്കെ എത്തിച്ചേരുകയാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഉള്ളത് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ 460 കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി കൂടുതൽ കുട്ടികൾ ഇത്തവണ ഈ സ്കൂളിൽ പരീക്ഷ എഴുതുന്നുണ്ട്. ജില്ലയിലാകെ ഏതാണ്ട് 43,131 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. ഇന്ന് ഭാഷാ വിഷയങ്ങളോട് കൂടിയാണ് പരീക്ഷ ആരംഭിക്കുന്നത്. കുട്ടികളൊക്കെ ഇതിനോടകം തന്നെ സ്കൂളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. ഇന്ന് മലയാളം ഫസ്റ്റാണ് എക്സാം അല്ലേ? സംസ്കൃതമാണ്, ഭാഷയാണ്. സംസ്കൃതമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട്? പഠിച്ച് എല്ലാം കഴിഞ്ഞ് എഴുതാൻ ഇനി പേപ്പർ കിട്ടിയാൽ മതി. ഫുൾ കോൺഫിഡൻസിലാണ്. എല്ലാം റിവിഷൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? കുഴപ്പമില്ല. ഏതാണ്, സംസ്കൃതമാണോ മലയാളമാണോ? ഏതാണ്? സംസ്കൃതമാണ്. പഠിച്ചൊക്കെ കഴിഞ്ഞു? പഠിച്ചൊക്കെ കഴിഞ്ഞു. ടെൻഷൻ ഉണ്ടോ? ഇല്ല, ഫുൾ കോൺഫിഡൻസിലാണ്. അപ്പോൾ അധ്യാപികയുണ്ട് ഇവിടെ. ടീച്ചർ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. വരുന്ന കുട്ടികൾക്കൊക്കെ ഹോൾ ഏതാണ് എന്ന് കാണിച്ച് കുട്ടികളെ അതത് ഹോളുകളിലേക്ക് വിടാൻ വേണ്ടി തയ്യാറെടുത്ത് ടീച്ചർ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെയാണ് കുട്ടികളൊക്കെ എത്തിച്ചേരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ നടക്കാവ് സ്കൂളിൽ നിന്ന് അധികം കുട്ടികൾ എക്സാം എഴുതുന്നു കൂടിയുണ്ട്. ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ നടക്കാവിൻ്റെ ചരിത്രത്തിൽ പരീക്ഷ എഴുതുന്നത്. 460 പേരാണ്. അപ്പോൾ അവരെ നന്നായിട്ട് ഞങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എല്ലാവിധത്തിലും നൈറ്റ് ക്ലാസ്സും ഈവൻ ഹൗസ് വിസിറ്റ് വരെ നടത്തി നമ്മൾ അവിടുന്ന് വരെ കോച്ചിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു നല്ല തുടക്കമാവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ ഈ വർഷവും 100% വിജയം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കുട്ടികളെ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയിരിക്കുന്നത് അല്ലേ? അതെ. കഴിഞ്ഞ വർഷത്തിലേക്കാട്ടും മികച്ച വിജയം നേടാനുള്ള എല്ലാ രീതിയിലുള്ള കോച്ചിങ്ങും ഞങ്ങൾ അധ്യാപകർ എല്ലാവരും ഒരു ടീം വർക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും 199 കേന്ദ്രങ്ങളാണ് ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. 9:30 കൂടിയാണ് പരീക്ഷ ആരംഭിക്കുന്നത്. അത് 9:15 തന്നെ കുട്ടികളെല്ലാവരും പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കും. പിന്നെ ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അതിനുശേഷം 9:45 കൂടിയായിരിക്കും പരീക്ഷ ആരംഭിക്കുന്നത്. എങ്ങനെയുണ്ട്? എല്ലാം പഠിച്ചൊക്കെ കഴിഞ്ഞോ? ഇന്ന് സംസ്കൃതമാണ്. അടുത്ത ദിവസം ഇംഗ്ലീഷാണ്. അത് കഴിഞ്ഞിട്ട് മലയാളം സെക്കൻഡ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും കൃത്യമായ ഗ്യാപ്പ് ഉണ്ട്. അതിനോണ്ട് പഠിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാം റിവിഷൻ കഴിഞ്ഞു. മോഡൽ എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മോഡൽ എക്സാം ഒക്കെ കുഴപ്പമില്ല. ഇനി പബ്ലിക് എങ്ങനെയാണെന്നറിയില്ല, നോക്കണം. അങ്ങനെ വലിയ പ്രതീക്ഷയാണ്. പ്രതീക്ഷ ഉണ്ട്. എങ്ങനെയാ പേപ്പർ വരുന്നതെന്ന് അറിയില്ല. നമ്മൾ മോഡൽ പ്രതീക്ഷിച്ച പോലെ ആണോ എന്നറിയില്ല. മോഡൽ കുറച്ച് എളുപ്പമുണ്ട്. ഇനിയിപ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയില്ല. അത് നന്നായാൽ മതിയേനി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം ഒക്കെ എഴുതട്ടെ. അപ്പോൾ ഏതായാലും 9:30 കൂടിയിട്ടാണ് പരീക്ഷ ആരംഭിക്കുന്നത്. ആദ്യം ഭാഷാ വിഷയമാണെന്ന്, സംസ്കൃതമാണ്. ചിലയിടത്തൊക്കെ മലയാളം ഫസ്റ്റും ഉൾപ്പെടുന്നുണ്ട്. ഏതായാലും ഈ ദിവസങ്ങൾക്കിടയിൽ പരീക്ഷ കോട്ടയം മൗണ്ട് കാർമൽ സ്കൂളിൽ നിന്നാണ്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. പഴയ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ കാലമൊക്കെ ഓർമ്മ വരുന്നു അവിടെ നിൽക്കുമ്പോൾ. എങ്ങനെയുണ്ട്? സ്കൂളിൽ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണോ? അവർക്കൊക്കെ എന്താണ് പറയാനുള്ളത്?